എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി റിവ്യൂ ആണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പൊ നമ്മുടെ ഡ്യൂട്ടി തുടങ്ങല്ലേ? പിന്നെ തീർച്ചയായിട്ടും. ഓക്കെ, എനിക്ക് എൻ്റെ ആ പോലീസ് യൂണിഫോം തിരിച്ചു വേണം. പോയിക്കോ, പെട്ടെന്ന് പോയിട്ടോ. പക്ഷെ എൻ്റെ പാഷൻ അതെനിക്ക് വേണം. രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടാണല്ലേ? ഏതെങ്കിലും ഒരു വള്ളത്തെ കാല് വെക്കടാന്ന് പറഞ്ഞില്ലേ? ചെറിയ പ്രശ്നമുണ്ട്. അതായത് ഇങ്ങനെയുള്ള സിനിമ കാണുമ്പോൾ രണ്ട് തോണിയിൽ ഒരുമിച്ച് പോകേണ്ടി വരുന്ന ഒരവസ്ഥ, സിറ്റുവേഷൻ അങ്ങനെ തോന്നുന്നു. ശരിക്കും ഭയങ്കര എന്താ പറയാ, ഗൂസ് ബമ്പ് തരുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് പോലീസ് അല്ലെങ്കിലും പോലീസ് സ്റ്റോറി മലയാളത്തിൽ വന്നു കഴിയുമ്പോൾ എന്താന്ന് പറയാ, ചില സാധനമൊക്കെ നമുക്ക് കാണുമ്പോൾ കേരള പോലീസിനോടാണ് അവിടെ കളി എന്നുള്ള സാധനം നമ്മൾ ഉള്ളിലോട്ട് വരും. അങ്ങനത്തെ കുറേ ഐറ്റം സാധനം സിനിമയിലുണ്ട്. എനിക്ക് ഗൂസ് ബമ്പിനേക്കാൾ കൂടുതൽ ടെൻഷനായിരുന്നു, ഭയങ്കര ടെൻഷൻ. അതായത് ഇത്രത്തോളം ടെൻഷൻ നിലനിർത്തിയിട്ട് ക്ലൈമാക്സ് വരെ അല്ലേ, ഇങ്ങനെ കൊണ്ടുപോയൊരു സിനിമ ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുവരെ ടെൻഷനോടെ കൊണ്ടുപോകാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോസിറ്റീവ് കേട്ടോ. നമ്മളിങ്ങനെ എന്തൊരു ടെൻഷൻ അടിപ്പിക്കലാണെന്നറിയോ. എന്തായാലും ഗംഭീര സിനിമയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. ചാക്കോച്ചന്റെ ഒരു സിനിമക്ക് നല്ല അഭിപ്രായം പറയണ്ടേ, ചാൻസ് കിട്ടിയല്ലോ, അതിങ്ങനെ കാത്തിരിക്കായിരുന്നു. സത്യമായിട്ടും ട്രെയിലർ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല സിനിമയായിരിക്കും എന്ന് വിചാരിച്ചു. ഇന്ന് രാവിലെ പോകുന്നതിന്റെ തൊട്ട് മുന്നേ ഞങ്ങൾ പറഞ്ഞതുള്ളൂ, ചാക്കോച്ചന്റെ സിനിമയ്ക്ക് ആദ്യമായിട്ടെങ്കിലും ഇന്ന് പോസിറ്റീവ് പറയാൻ പറ്റുമായിരിക്കും. അത് പറ്റി എന്നുള്ളതാണ്. അത് സിനിമക്ക് മാത്രമല്ല, ആളുടെ കഥാപാത്രം പോളി എന്ന് പറഞ്ഞാൽ പൊളി, വേറൊരു മൂഡിൽ വേറെ റേഞ്ചിൽ പിടിച്ചിട്ടുണ്ട് ആള്. ഇതുവരെ ആള് ചെയ്യാത്തൊരു കഥാപാത്രം, അത് അങ്ങനത്തെ ഒരു ക്യാരക്ടർ, അത് ഹാഫ് ടൈം വരെയുള്ള ക്യാരക്ടർ, അത് വേറെ മിന്നിച്ച സാധനം, വേറൊരു സാധനം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പം ക്യാരക്ടർ അത് തന്നെയാണെങ്കിൽ പോലും പക്ഷെ ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ ഒരു സാധനം കിട്ടിയിട്ടില്ല. അതെ, അത് എന്താണെന്നറിയോ, അതായത് ഇമോഷണലി ആള് ഭയങ്കര വീക്കാണ്. അതെ, അത് മറച്ചു വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ആദ്യ സമയങ്ങളിൽ. പിന്നെ ഇമോഷണലി ആ ഒരു സംഭവങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ആൾക്ക് സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കഥാപാത്രം അങ്ങനെയാണ്. അതെ, അപ്പോൾ ആ രണ്ട് സംഭവം പിടിച്ചുകൊണ്ട് ചെയ്തിരിക്കുന്നത് വേറെ ലെവല് പരിപാടിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് എത്ര പറഞ്ഞാലും അതിന് വർണ്ണിച്ചാൽ മതിയാവൂല, അത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ടെക്നിക്കലി ടോപ്പ് നോച്ചാണ്, ഒരു രക്ഷയില്ല എല്ലാം കൊണ്ടും. ഇതിൽ അങ്ങനത്തെ ടീമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതാണ്, അതായത് ഫസ്റ്റ് ഇങ്ങനെ എണ്ണി നമ്മളിങ്ങനെ ലിസ്റ്റ് ഇട്ട് പറയേണ്ടി വരും. സത്യം. എഡിറ്റിങ് ചമൻ ചാക്കോ ഗംഭീരം, സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. എഡിറ്റിംഗ് എത്രത്തോളം ഒരു സിനിമക്ക് ഗുണം ചെയ്യുമെന്നുള്ളത് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും. സിനിമറ്റോഗ്രാഫി റോബി വർഗീസ് രാജ്, നമ്മുടെ കണ്ണൂർ സ്കോഡിന്റെ സംവിധായകൻ. പറയേണ്ട ആവശ്യമില്ലല്ലോ ആളുടെ സിനിമാറ്റോഗ്രാഫിനെ കുറിച്ച്. അത് ഇതില് ഒരു ഫൈറ്റ് സീനിലൊക്കെ സിനിമാറ്റോഗ്രാഫി എൻ്റെ മോനിങ്ങനെ കണ്ണുകളിയിരുന്നു. അങ്ങനത്തെ ഒരു ഐറ്റം സാധനമുണ്ട്, ടോട്ടലി വേറെ ലെവലാ. ഇനി അടുത്തത് ഇതിൻ്റെ മ്യൂസിക്, ജേക്സ് പിജോയ്. ആള് കൊടൂര വർക്കാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിൽ രണ്ട് സ്ഥലത്ത്, അതായത് വില്ലന്മാർക്ക് കൊടുത്തിരിക്കുന്ന BGM കറക്റ്റ് കണ്ണൂർ സ്കോഡിലെ അതായത് നമ്മുടെ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്തല്ലേ വില്ലന്മാർക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ സാധനമാണ് ഇതിൽ നമ്മുടെ വിശാഖ് നായറിനും ടീമിനും ഇട്ട് കൊടുത്തിട്ടുള്ളത്. വിശാഖ് നായറിന്റെയും ടീമിനെയും കുറിച്ച് പറയാണ്ട് കേട്ടോ, അതിലേക്ക് വരാം. ടെക്നിക്കലി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ അതിന്റെ സ്ക്രിപ്റ്റ് ഷാഹി കബീർ. ആളെ പിന്നെ ആർക്കും അധികം പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത്ര ഗംഭീര ഇത്താണ്. ഇഷ്ടം പോലെ ഉണ്ട് ആളുടെ സ്ക്രിപ്റ്റ്. ആ സ്ക്രിപ്റ്റിന്റെ ഒരു പവറും ഭയങ്കരം തന്നെയാണ്. അത് മാത്രമല്ല കുറച്ചുകൂടെ സ്പീഡായിട്ടുള്ള സ്ക്രിപ്റ്റാണ് വന്നിരിക്കുന്നത്. അത് മേക്കിങ്ങിലൊക്കെ അത് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് സ്ക്രിപ്റ്റിൽ മാത്രമുള്ളൊരു കാര്യമല്ല, പക്ഷേങ്കിലും സാധാരണ ഒരു സ്ലോ പേസിൽ ഇങ്ങനെ മെല്ലെ പതിഞ്ഞ താളത്തിലായിരിക്കുമല്ലോ, ആ രീതി അല്ല. ഇപ്പം ഇലവീഴ പൂഞ്ചിറയാണെങ്കിലും നായാട്ടാണെങ്കിലും ഒക്കെ ആ ഒരു സ്ലോ പേസിലാണ് പോയിട്ടുള്ളത്. അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവമാണ് ഇതിലേക്ക് വന്നപ്പോൾ. നല്ല സ്പീഡിലാണ് സിനിമ പോണത്, അത് ഗംഭീരമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ശരിക്കും കണ്ണൂർ സ്കോഡിന്റെ ഒരു അനിയൻ അതന്നെ, അത് അങ്ങനെ തന്നെ അതേപോലെ തന്നെ ഉള്ള സംഭവങ്ങൾ കുറെ വരുന്നുണ്ട് സിനിമയിൽ. ഈ കണ്ണൂർ സ്കോഡിന്റെ കെട്ടുറപ്പ് അത്രക്കില്ലെങ്കിലും ഈ കണ്ണൂർ സ്കോഡിന്റെ ഒരു മൂഡ് നമുക്ക് തരുന്ന ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു രീതിയിലേക്ക്
വെക്കാം, ആ ഗണത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും. അതായത് നമുക്കറിയാം ഇറങ്ങിയിട്ടുള്ള പോലീസ് സ്റ്റോറി അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പോലീസ് സ്റ്റോറികളിലൊക്കെ സൂപ്പർ എന്ന് പറയാൻ പോകുന്നത് കണ്ണൂർ സ്ക്വാഡ് തന്നെയായിരിക്കും. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി ആയിരിക്കും. അത്ര ഗംഭീരം ഈ കൊമേഴ്ഷ്യൽ കേട്ടോ. അതെ. പിന്നെ ഇനിയിപ്പം പറയാന്ന് പറഞ്ഞു വിശാഖ് നായരും ടീമും ജാതി പെർഫോമൻസ് ആണ് അറിയോ. എന്തായാലും അവര് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് സിനിമയിൽ. പക്ഷെ എങ്കിലും സാറ്റിസ്ഫൈഡ് അല്ല, പോരാ. അതായത് അവരോട് ചെയ്തത് പോരാ എന്ന് മനസ്സിലിങ്ങനെ തോന്നുന്നു. അത് അവര് ചെയ്തു വെച്ചിരിക്കുന്ന സാധനങ്ങൾ അങ്ങനെയാണ്. അജാതി പെർഫോമൻസ് പറയുമ്പോൾ ഓരോ പക്ഷത്ത് നിന്ന് ചിന്തിക്കാനുള്ള ഒരു ചെറിയൊരു പോയിന്റ് അവർക്ക് വേണ്ടിയിട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് അവരോടുള്ള ദേഷ്യം ഉണ്ടല്ലോ, അതുണ്ടായിട്ട് പോലും അതാണ് ആ ദേഷ്യം നമുക്ക് അങ്ങ് മാറുന്നില്ല. അങ്ങനത്തെ ലെവല് കഥാപാത്രങ്ങളാണ്. ചില സമയത്ത് മറ്റേ വിശാഖ് നായർ ഇങ്ങനെ നടന്നു വരുന്നതാണ്. ഇത് മറ്റേ ഇതിലെ ജോണി വാക്കറുടെ സ്വാമി ഇല്ലേ, അതുപോലത്തെ ഒരു ഐറ്റം മുടിയൊക്കെ അങ്ങനെയാണ് അതിന്റെ ലുക്ക് ചെയ്തിരിക്കുന്നതും ഒക്കെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഭയങ്കര സ്വാഗും സ്റ്റൈലും. പിന്നെ നമ്മുടെ ഇവന്റെ റംസാൻ കുറച്ച് സീനേ ഉള്ളൂ, പക്ഷെ ഉള്ളത് നല്ല സൂപ്പറായിട്ട്. പക്ഷെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കുറച്ചുകൂടെ കൂടുതൽ ഈ ടീമിന്റെ കൂടെ ആയതുകൊണ്ട്. പക്ഷെ ആദ്യമേ ആ ടീമിന്റെ കൂട്ടത്തിലല്ല. സംഭവിച്ചൊരു കാര്യം കൂടി വന്നപ്പോൾ പിന്നെ കുറച്ച് ഫ്ലാഷ് ബാക്കിലാണ് ആൾ വരുന്നത്. അപ്പോൾ ശരിയായ രീതിയിൽ ആൾക്ക് സ്പേസ് കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുണ്ട് എനിക്ക് കേട്ടോ. അതെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്പേസ് കുറവാണ്. അതല്ലേ പറഞ്ഞ കുറച്ച് കൊടുത്ത സാധനം അത് ആളങ്ങനത്തെ പിടിക്കാത്ത ഒരു സൈഡാണ് പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പെർഫോമൻസ് തോന്നിയത്. കുറച്ചുകൂടെ ആവായിരുന്നു, അതൊരു സത്യം. പിന്നെ എടുത്തു പറയേണ്ടത് ജഗദീഷ് ഉണ്ട്, പിന്നെ പ്രിയാമണി ഉണ്ട്, പിന്നെ നമ്മുടെ മനോജ് കെയു ഒക്കെ ക്യാരക്ടർ നല്ല കഥാപാത്രം. ജഗദീഷും അതേപോലെ തന്നെ അതേപോലത്തെ ഒരു രീതി തന്നെയാണ്, വേറൊരു സൈഡിലേക്കാണ്, വേറെ രീതിയാണെന്നുള്ളൂ. ഏതാണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു വൈബ്, ഒരു രൂപം അത് തന്നെയാണ്. സ്ക്വാഡിലെ അതേ കഥാപാത്രം തന്നെയാണ്. എന്തായാലും നല്ല റിലവൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് സംസാരിക്കുന്നത്. പിന്നെ പോലീസിങ് രീതി വളരെ ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജിത്തു അഷ്റഫ് ആ ഒരു മുതലിനെ എടുത്തു പറയണം. അത് പെർഫോമൻസ് ആയാലും ഡയറക്ഷൻ ആയാലും. പെർഫോമൻസിലേക്ക് വരാം. ഇതിൽ ആൾ ഒരു പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുണ്ട്. ഇതിൽ പോലീസുകാരനായിട്ട് ആദ്യം കൊല്ലപ്പെടുന്ന ഒരു ക്യാരക്ടറായിട്ട് ചെയ്തിരിക്കുന്നത് ആളാണ്. കീഡു ആക്ടറാട്ടോ. അയ്യോ, അത് ആദ്യം പറഞ്ഞപ്പോഴാണ് വേറെ കാര്യം മറന്നുപോയായിരുന്നു. അതായത് സിനിമയുടെ ഫസ്റ്റ് സീന് ഞാൻ ഇതുവരെ ഒരു സിനിമ അങ്ങനെ ഒരു മരണം മരണം അങ്ങനത്തെ കണ്ടിട്ടുണ്ടെങ്കിലും അത്രയും ഡീറ്റെയിൽ ആയിട്ട് അത്രയും നേരം ആ സാധനം കാണിക്കൂല. ഇത് അപ്പോഴേ നമ്മുടെ കഴിഞ്ഞു. എന്ത് സീനാ ഇതെന്ന്. അത് നേരം കാണിച്ചോണ്ടല്ല, അതായത് ഒരാള് അങ്ങ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതിന് ശേഷം അങ്ങ് ചെയ്ത് ഇല്ലാതാകുന്നത് വരെ കൃത്യമായിട്ട് നടക്കുന്നത് പോലെ. ഇതൊരു സിനിമ കാണുകയാണെന്നുള്ളത് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പോലും ഇത് ശരിക്കും റിയലായിട്ട് സംഭവിച്ചതാണോ എന്നൊക്കെ തോന്നി. കുട്ടികളെയൊക്കെ കണ്ടുപോത്തണം. ആ സാധനം ഭയങ്കര ഇതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ജിത്തു അഷ്റഫിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ആലപ്പി അഷ്റഫിന്റെ ആരെങ്കിലും ആണോ എന്നൊരു റിലേഷൻ അങ്ങനെ ഉണ്ടോന്നൊരു സംശയം. കാരണം ആള് സെയിം അതേ ലുക്ക് തന്നെയാണ് കേട്ടോ. ഇനി ചേട്ടന്മാരോ അല്ലെങ്കിൽ അനിയന്മാരോ ഏതെങ്കിലും അനിയനൊക്കെ അതെ തെളിയിക്കണം അതെന്തായാലും. കാരണം അത്രയ്ക്കും മാച്ചിങ് ആണ് ആളുമായിട്ട്. എന്തായാലും കീടിലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി ആള് ഡയറക്ഷൻ എന്തൊരു കീണ്ണ ഡയറക്ടറാണ് ആള്. എന്തൊരു മേക്കിംഗ് ആണെന്നറിയോ. അതാണ് എന്തൊക്കെ പറഞ്ഞാലും ഇതിന്റെ മേക്കിംഗ്. അതായത് ചില ഡ്രൈവിംഗ് സീനുകളുണ്ട് റേസ് പോലെ തന്നെ. അത് ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ട് അത് ചെയ്തേക്കണേന്ന് അറിയോ. ശരിക്കും സെക്കൻഡ് ഹാഫിൽ സ്ക്രിപ്റ്റ് ഒന്നുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അതായത് കുറച്ച് ഒരു ചെറിയൊരു വലിച്ചു വരുന്നുണ്ട്. കാരണം കണ്ടന്റ് ഇല്ലായ്മ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് നീട്ടി പോകുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതില്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിരുന്നു ഈ സിനിമ. എന്തായാലും ഇപ്പോൾ ബെറ്റർ തന്നെയാണ്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് വേണ്ട, പക്ഷേ എങ്കിലും കുറച്ചുകൂടെ നന്നാക്കാം. അതെ, ഇത് ശരിക്കും കുഞ്ചാക്കോന്റെ കരിയർ ബെസ്റ്റ് പോലീസ് സ്റ്റേഷൻ തന്നെയായിരിക്കും തീർച്ചയായും. അത്രയ്ക്കും അടിപൊളിയായിട്ട് ആൾ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും തിയേറ്ററിൽ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം കേട്ടോ. പിന്നെ എന്തായാലും ഇതിന് കാരണങ്ങളാവുന്ന ഒരുപാട് ഇമോഷണൽ കണക്ഷൻ ഉണ്ട്. അതൊക്കെ ഗംഭീരം തന്നെയാണ്. എല്ലാ പരിപാടിയും സൂപ്പറാണ് ഇതിൻ്റെ. പിന്നെ ഒന്നാമത് നമുക്കറിയാം ഈ മാർക്കോയൊക്കെ ഫാമിലിക്ക് അങ്ങോട്ട് കയറി കാണാൻ പറ്റില്ലാത്ത രീതിയിലുള്ള സിനിമയായിരുന്നു. അതിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ട് ഈ മാർക്കോനെ കുറിച്ച് ശരിക്കും പരാമർശിക്കണം. കാരണം തീർച്ചയായിട്ടും ഓരോ സമയങ്ങളിൽ നമ്മൾ ആ ലെവലിലേക്ക് ചില സീനുകൾ വരുമെന്ന് പ്രതീക്ഷിക്കും.
പക്ഷേ അങ്ങനത്തെ ഒരു സാഹചര്യം ആയിരുന്നെങ്കിൽ അത് ആ രീതിയിലാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സെറ്റ് ആകുമായിരുന്നു. പക്ഷെ ആ ലെവലിൽ പിടിച്ചിട്ടില്ല അവർ. അതെ, ശരിക്കും അത് ചിലർക്കൊക്കെ നെഗറ്റീവായിട്ട് തോന്നിയത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞ സാധനമല്ലേ, സിനിമ കണ്ടു കഴിഞ്ഞു സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, സാറ്റിസ്ഫൈഡ് അല്ലേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലാന്നും പറയും. കാരണം എന്തെന്നറിയോ, നമ്മുടെ ഉള്ളിൽ ആ ഒരു സാധനം കിടക്കുന്നതുകൊണ്ടാണ്. അതായത് ചെയ്യുന്നത് അവരിത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ട് അവരോട് തിരിച്ച് അതേപോലെ ചെയ്യണ്ടേ എന്നുള്ള സാധനം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും. അത് ഇങ്ങനത്തെ കുറച്ച് സീനുകളൊക്കെയാണ്, അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. എന്തായാലും നല്ല ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് നമ്മുടെ ചാക്കോച്ചൻ സൂപ്പറായി ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ മോർച്ചറി സീനില്ലേ, ഒരു മോർച്ചറിയിലെ ഫൈറ്റ്, അത് പോളി സാധനം. അതൊക്കെ മിസ്സാവരുത് കേട്ടോ, സത്യം കേട്ടോ. അതൊക്കെ തിയേറ്ററിൽ തന്നെ കാണേണ്ട സാധനമാണ്. എനിക്ക് തോന്നുന്നു ക്ലൈമാക്സിനേക്കാളും ഗംഭീര സാധനം അതാണ്. അത്ര അടിപൊളിയായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും പോയി കാണുക, സിനിമ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം. നമ്മുടെ റേറ്റിംഗ് 7.5 ഔട്ട് ഓഫ് 10. യെസ്, തീർച്ചയായിട്ടും ഗംഭീര സിനിമയാണ്, മിസ്സാക്കരുത്, പോയി കാണുക. അപ്പോൾ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.